guys, and welcome to alamaaraa. ഇന്ന് നമ്മൾ അലമാരയിൽ സംസാരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, നമ്മൾ അലമാര ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, നിങ്ങൾ ഫോളോ ചെയ്തതും ഇഗ്നോയുടെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മോശം അവസ്ഥയെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതും കൃത്യമായ അപ്ഡേഷൻ ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് ഏറ്റവും വേഗത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അതിരാവിലെ നമ്മുടെ ടീമിന് ഒരു കോൾ ഉണ്ടായി. ആ കോളിൽ പറഞ്ഞിരുന്ന കാര്യം, നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയാണ് വിളിച്ചത്. വിദ്യാർത്ഥിയുടെ കൺസേൺ വളരെ ജെനുവിൻ ആയിരുന്നു. അതായത് സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് 2019 ജനുവരി ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിദ്യാർത്ഥി സെലക്ട് ചെയ്ത സബ്ജക്റ്റുകളുടെ ടോട്ടൽ ക്രെഡിറ്റ് കുറവാണോ എന്നൊരു സംശയം. കാരണം ക്രെഡിറ്റ് കൃത്യമല്ല എങ്കിൽ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇങ്ങനെ ഒരു സംശയം ദൂരീകരിക്കാനായി സ്റ്റഡി സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടുന്ന് വളരെ മോശമായ ഒരു അഭിപ്രായമാണ് കുട്ടിക്ക് ഉണ്ടായത്. അപ്പോൾ എന്താണ് ആ പ്രശ്നം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. അതിന് മുമ്പായി അലമാര ഹിയർ ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഗ്നോയുടെ എല്ലാവിധ ഇൻഫർമേഷൻ നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഇഗ്നോയുടെ എന്ത് സംശയത്തിനും യു ക്യാൻ ഡയറക്ട്ലി കോൾ us. വിളിക്കേണ്ടത് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിയുടെ ബേസിക് ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥി ജോയിൻ ചെയ്തിരിക്കുന്നത് 2019 ജനുവരി ബാച്ചിലാണ്. ഈ വിദ്യാർത്ഥിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ ക്രെഡിറ്റ് ആകെ മൊത്തം ക്രെഡിറ്റ് കൂട്ടി നോക്കുമ്പോൾ ഇഗ്നോ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റിന് താഴെയാണ് എന്നാണ് ഈ കുട്ടിയുടെ സംശയം. അതൊരു സംശയമാണ്. ആ സംശയത്തിനായിട്ട് ദൂരീകരണത്തിനായിട്ട് നമ്മൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെയും സ്റ്റഡി സെൻറ്ററുകളാണ്. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥിയെ സ്റ്റഡി സെൻറ്ററിൽ പോയി, കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ സ്റ്റഡി സെൻറ്ററിലാണ് ചെന്നത്. സ്റ്റഡി സെൻറ്ററിൽ ചെന്നപ്പോൾ സ്റ്റഡി സെൻറ്ററിലെ ഇൻചാർജ് ഒരാളോട് ഈ സംശയം ചോദിക്കുകയുണ്ടായി. വളരെ സങ്കടകരമായിട്ട് പറയട്ടെ, അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ വളരെ തെറ്റായിരുന്നു. വളരെയധികം നിരാശയോടെയാണ് ഇന്ന് നമുക്ക് ആ കോൾ അറ്റൻഡ് ചെയ്ത്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ശബ്ദത്തിൽ ആ നിരാശ വളരെയധികം നിഴലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചാൽ, അതിനുശേഷം ഈ വിദ്യാർത്ഥി വടകര റീജിയണൽ സെൻറ്ററിൽ വിളിച്ചു. വടകര റീജിയണൽ സെൻറ്ററിൽ വിളിച്ച സമയത്ത് കുട്ടിയോട് വളരെ വ്യക്തമായിട്ടൊരു മറുപടി ലഭിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും പറഞ്ഞു, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ കറക്റ്റ് ആണ് എങ്കിൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കിട്ടും. നാളെ ഈ കുട്ടി എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുകയാണ്. അപ്പം ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷ തക്കവണ്ണം നമ്മളെ കോൺടാക്ട് ചെയ്തു. നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെയധികം കാര്യങ്ങൾ ഒരു വളരെ ഷോർട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ക്രോഡീകരിച്ചിട്ട് ഞങ്ങൾ കുട്ടിക്ക് വളരെ നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കുകയുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം 2019 ജനുവരി സൈക്കിളിലെ പ്രോസ്പെക്ടസ് ആണ്. തീർച്ചയായിട്ടും ഓരോ വർഷവും പ്രോസ്പെക്ടസുകൾ ഇറങ്ങാറുണ്ട്, ഓരോ സൈക്കിളിലും മാറാറുണ്ട്. അപ്പം ഈ 2019 ബാച്ചിലെ ഈ വിദ്യാർത്ഥിയുടെ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് 2019 ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെ പ്രോസ്പെക്ടസ്. നമുക്കിപ്പോൾ BA, BSc, BComനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വരാറുണ്ട്. പക്ഷേ ഇത് പഴയ BDP പ്രോഗ്രാമിൽ വരുന്ന വിദ്യാർത്ഥികളുടെ പ്രോസ്പെക്ടസ് ആണ്. ഞാൻ ഉൾപ്പെടെയുള്ള അലമാര ടീമിലെ അംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു BDP പ്രോഗ്രാം പഠിച്ച വിദ്യാർത്ഥികളാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ടീമിലെ എല്ലാ ആളുകളും സക്സസ്ഫുൾ ആയിട്ട് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാണാം BA ബാച്ചലർ ഓഫ് ആർട്സ് എടുത്തിരിക്കുന്ന എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ. ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 10+2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BPP പ്രോഗ്രാം, അതായത് ബാച്ചലർ പ്രിപ്പറേറ്ററി പ്രോഗ്രാം ഫ്രം ഇഗ്നോ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല, നമ്മുടെ പ്രശ്നം ക്രെഡിറ്റ് ആണ്. തീർച്ചയായിട്ടും അപ്പോൾ 3 വർഷം കൊണ്ട് എത്ര ക്രെഡിറ്റ് പാസ്സായാൽ മാത്രമായിരിക്കും ഡിഗ്രി പാസ്സാകുന്നത്. University follows a credit system. 1 credit is equal to 30 hours of learner study time. To earn bachelor's degree, BA, BCom, BSc, a learner has to earn 96 credits in minimum 3 years with 32 credits per year. 96 ക്രെഡിറ്റ് ടോട്ടൽ ആയിട്ട് സെക്യൂർ ചെയ്യുന്ന വിദ്യാർത്ഥി സക്സസ്ഫുൾ ആയിട്ട് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഈ 96 ക്രെഡിറ്റിൽ ഫൗണ്ടേഷൻ കോഴ്സ്, ഇലക്റ്റീവ് കോഴ്സസ്, ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് കോഴ്സസ് തുടങ്ങിയത് ഉൾപ്പെടെയാണ് ഈ ഒരു 96 ക്രെഡിറ്റ് വാങ്ങിക്കേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ കാണാം ക്രെഡിറ്റ് സ്പ്ലിറ്റപ്പ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ തവണ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ഏതാണോ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിൻ്റെ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ മാത്രമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതായത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് BA എടുത്ത വിദ്യാർത്ഥികൾ പോയിട്ട് മാത്സിൽ നിന്നും സയൻസ് ഫീൽഡിൽ നിന്നുമൊക്കെ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് കാണാറുണ്ട്. പക്ഷേ അവർക്ക് അതിനുശേഷം അത് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കോഴ്സുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം 96 ക്രെഡിറ്റ് ആണ് ഈ വിദ്യാർത്ഥിക്ക് സക്സസ്ഫുൾ ആയിട്ട് BDP പ്രോഗ്രാമിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ നോക്കാം. സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ 2019 ജോയിൻ ചെയ്തു, 2020 റീ രജിസ്ട്രേഷൻ ചെയ്തു ജനുവരിയിൽ, 2021 ജനുവരിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്തു. സക്സസ്ഫുൾ ആയിട്ട് കൃത്യമായിട്ട് 3 വർഷവും റീ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഫസ്റ്റ് ഇയറിൽ എത്ര ക്രെഡിറ്റ് ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടെന്ന് നോക്കാം. BEG 102, അതായത് BEG 102 ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്, അതിന് 8 ക്രെഡിറ്റ്. BEGF 101 അതും ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്, 4 ക്രെഡിറ്റ്. BSH 101 ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഹ്യൂമാനിറ്റീസ് ആണ്, അതിന് 8 ക്രെഡിറ്റ് ആണ്. EHI 01 അത് ഹിസ്റ്ററിയുടെ പേപ്പറാണ്, 8 ക്രെഡിറ്റ്. FEG 2 ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്, 4 ക്രെഡിറ്റ്. അങ്ങനെ ആകെ മൊത്തം 32 ക്രെഡിറ്റ് ഒന്നാം വർഷം വിദ്യാർത്ഥിക്കുണ്ട്. അത് വളരെ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം വർഷം വിദ്യാർത്ഥി സെലക്ട് ചെയ്തിരിക്കുന്ന BEG 103 ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്, 8 ക്രെഡിറ്റ്. ESO 12 സോഷ്യോളജിയുടെ പേപ്പറാണ്, 8 ക്രെഡിറ്റ്. FST 01 ഫൗണ്ടേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി 8 ക്രെഡിറ്റ് ആണ്, അത് കമ്പൽസറി പേപ്പറാണ്. ESO 14 8 ക്രെഡിറ്റ് ആണ്, സോഷ്യോളജിയുടെ പേപ്പറാണ്, അതും വളരെ കറക്റ്റാണ്, 32 ക്രെഡിറ്റ്. മൂന്നാം വർഷം ഈ വിദ്യാർത്ഥി സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ACC 1 ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്, 8 ക്രെഡിറ്റ്. BEG 106 ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാമാണ്, 8 ക്രെഡിറ്റ്. BEG 101 8 ക്രെഡിറ്റ്. BEG 107 ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാമാണ്, 8 ക്രെഡിറ്റ്. ഇതും വളരെ കറക്റ്റാണ്. ഇതിൽ ആകെ മൊത്തം കൃത്യമായിട്ട് ഈ 3 വർഷം കൊണ്ട് ഈ വിദ്യാർത്ഥി സെലക്ട് ചെയ്തിരിക്കുന്നത് 96 ക്രെഡിറ്റ് തന്നെയാണ്. നമുക്ക് ഇത് മറ്റൊരു വിദ്യാർത്ഥിയുമായിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ടീമിൽ തന്നെ ഉള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രൊഫൈലാണിത്. ഈ പ്രൊഫൈലിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റുഡൻറ്റ് ബാച്ചലർ ഓഫ് സോഷ്യോളജി ഹോണേഴ്സ് സക്സസ്ഫുൾ ആയിട്ട് പാസ്സായതാണ്. ഏകദേശം 71% മാർക്കോടുകൂടി ഇഗ്നോയിൽ നിന്ന് കൃത്യമായിട്ട് 3 വർഷം കൊണ്ട് പാസ്സായതാണ്. ജോയിൻ ചെയ്തിരിക്കുന്നത് 2016-ലും പാസ്സായിരിക്കുന്നത് 2018-ലും. കൃത്യമായി 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ്. അപ്പം ഈ വിദ്യാർത്ഥിക്കും 96 ക്രെഡിറ്റ് ആണ്. പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, സ്റ്റഡി സെൻറ്ററിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ വിദ്യാർത്ഥിക്ക് കിട്ടിയത് വളരെ മോശമായിട്ടൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോലും ഈ വിദ്യാർത്ഥി മനസ്സിൽ വിചാരിച്ചിരുന്നു. നമ്മുടെ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിലാണ് ഇവർ അലമാര ഹിയറിനെ കോൺടാക്ട് ചെയ്തത്. അലമാര ചാനലിലൂടെ കൊടുത്ത ഇൻഫർമേഷൻ വളരെയധികം വാല്യുബിൾ ആയിരുന്നു എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ഫോൺ എടുത്തപ്പോൾ വളരെയധികം സങ്കടത്തോട് സംസാരിച്ച വിദ്യാർത്ഥി ഫോൺ വെക്കാൻ നേരത്ത് വളരെയധികം സന്തോഷവതിയായിട്ടാണ് സംസാരിച്ചത്. വളരെയധികം സന്തോഷം തോന്നി ഞങ്ങളുടെ ടീമിന് ഉൾപ്പെടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ എന്ത് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിനെ സമീപിക്കുക. സ്റ്റഡി സെൻറ്ററെ സമീപിച്ചതിന് ശേഷം അവിടുന്ന് കൃത്യമായി തന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം പലപ്പോഴും സ്റ്റഡി സെൻറ്ററുകളൊക്കെ പലപ്പോഴും കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആയിട്ടാണ് അറിയാറ്. കാരണം നമുക്ക് തന്നെ അറിയാം, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരത് ഡിലേ ആകുന്നത്. കാരണം അവർ ഒത്തിരിയധികം കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. റീജിയണൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അലമാര ടീം തന്നെ അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയും നമ്മളെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എമർജൻസി കേസുകളിൽ വിളിച്ചന്വേഷിക്കണമെങ്കിൽ കോൾ മീ ഫോർ ആപ്പും നമുക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സോഴ്സ് വഴി നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും സഹായങ്ങൾ എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മാക്സിമം ഏറ്റവും ജെന്യുവിൻ ആയിട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറ്. ഈ വിദ്യാർത്ഥിയുടെ ഗ്രേഡ് കാർഡ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഗ്രേഡ് കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും വളരെ മികച്ച രീതിയിൽ അസൈൻമെൻറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് സബ്മിഷൻ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. ഏകദേശം 97 മാർക്ക് FST 01 അസൈൻമെൻറ്റിന് സ്കോർ ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാം തന്നെ 70 മുതൽ 90-97% മാർക്ക് ഈ വിദ്യാർത്ഥിക്ക് അസൈൻമെൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി നല്ല മികച്ച ഒരു പ്രകടനം അവരുടെ ടേം ആൻഡ് എക്സാമിനേഷനുകളിലും കാഴ്ചവെക്കുന്നുണ്ട്. എക്സെപ്റ്റ് 1 പ്രോഗ്രാം BEG 102 എന്ന പ്രോഗ്രാമിന് മാത്രമാണ് ഈ കുട്ടി ഫെയിൽ ആയിരിക്കുന്നത്. അതെന്തായാലും ഈ മാർച്ചിൽ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാനും ഈ വിദ്യാർത്ഥിക്ക് സാധിക്കട്ടെ. എന്തായാലും കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് സ്വന്തം ഡിഗ്രി പോലും ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇഗ്നോയിലെ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കൃത്യമായ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒത്തൻറ്റിസിറ്റി വിലയിരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ഇല്ല എങ്കിൽ ക്രെഡിബിൾ ആയിട്ട് ഇൻഫർമേഷൻസ് നൽകുന്ന നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും മികച്ച ഇൻഫർമേഷൻസ്, ഏറ്റവും കറക്റ്റായ ഇൻഫർമേഷൻ ഏറ്റവും കറക്റ്റ് ടൈമിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴും നിങ്ങൾ മറ്റൊരാളിലേക്ക് അഡ്മിഷൻ ഈ കാര്യങ്ങൾ പാസ് ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പും വരുത്തുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.